ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. ഇന്ന് ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില പൊതു ചോദ്യങ്ങളാണ് നമ്മുടെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ സുജ വിൽസൺ കാരിച്ചാൽ. ആദ്യത്തെ ചോദ്യം: നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ അതിവ്യസനവും വേദനയും പിടിച്ചത് ആർക്കാണ്? ഉത്തരം: ബാബേൽ രാജാവിന്. യിരെമ്യാവിൻ്റെ പ്രവചനം 50-ാം അധ്യായം 43-ാം വാക്യം. അടുത്ത ചോദ്യം: ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ ഉള്ളത് എവിടെയാണ്? ഉത്തരം: സർദീസിൽ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം: വീഞ്ഞിൽ തൻ്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തൻ്റെ വസ്ത്രവും അലക്കുന്നവൻ ആരാണ്? ഉത്തരം: യഹൂദ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം: ദീനം കടുത്തിട്ട് ശ്വാസം ഇല്ലാതെയായത് ആർക്കാണ്? ഉത്തരം: സാരെഫാത്തിലെ വിധവയുടെ മകന്. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 9-17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: അറിയാത്തവരിൽ നിന്ന് മേടിക്കാം, എങ്കിൽ അറിയുന്നവരിൽ നിന്നും മേടിക്കാൻ പാടില്ല. എന്താണ്? ഉത്തരം: പലിശ. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യം. അടുത്ത ചോദ്യം: ഞാൻ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല, എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: താമര. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 28-ാം വാക്യം. അടുത്ത ചോദ്യം: മോശ സിനായി പർവ്വതത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ മോശ അറിയാതെ പോയത് എന്താണ്? ഉത്തരം: തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചുവെന്ന്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 29-ാം വാക്യം. അടുത്ത ചോദ്യം: മിസ്രയീം സ്ഥാപിതമായ നാൾ മുതൽ അതിൽ ഉണ്ടായിട്ടില്ലാത്തത് എന്താണ്? ഉത്തരം: കൽമഴ. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം: വിശ്വാസത്താൽ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ അവർ ആചരിച്ചത് എന്താണ്? ഉത്തരം: പെസഹയും ചോരത്തളിപ്പും ആചരിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായം 28-ാം വാക്യം. അടുത്ത ചോദ്യം: കർത്തൃദിവസത്തിൽ ആത്മവിവശനായത് ആരാണ്? ഉത്തരം: യോഹന്നാൻ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം: ആഹാര സമയത്ത് ബോവസ് രൂത്തിന് കൊടുത്തത് എന്താണ്? ഉത്തരം: മലർ. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം: ജാതികളിൽ മുമ്പനെങ്കിലും എൻ്റെ അവസാനം നാശം. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം: അമാലേക്കിനെ കുറിച്ച്. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 20-ാം വാക്യം. അടുത്ത ചോദ്യം: ഇസ്രയേല്യർ ഒരു കാര്യത്തിനായി ശപഥം ചെയ്യുവാൻ ഒത്തുകൂടിയ സ്ഥലം ഏതാണ്? ഉത്തരം: മിസ്പ. ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നത് എന്താണ്? ഉത്തരം: പ്രഭാത നക്ഷത്രങ്ങൾ. യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം: തൻ്റെ സഹോദരന്മാരെ പോയി കാണണമെന്ന് മനസ്സിൽ തോന്നിയത് ആർക്കാണ്? എത്രാമത്തെ വയസ്സിലാണ് തോന്നിയത്? ഉത്തരം: മോശയ്ക്കാണ് തോന്നിയത്.
അവന് 40 വയസ്സ് തികയാറായപ്പോൾ. പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 23-ാം വാക്യം. അടുത്ത ചോദ്യം, യേശുവിനെ പരിഹസിച്ചത് ആരെല്ലാമാണ്? ഉത്തരം, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 41-ാം വാക്യം. അടുത്ത ചോദ്യം, ഹിമകാലത്ത് സിംഹത്തെ കൊന്നുകളഞ്ഞവൻ ആരാണ്? ഉത്തരം, ബെനയാവ്. 2 ശമൂവേൽ 23-ാം അധ്യായം 20-ാം വാക്യം. അടുത്ത ചോദ്യം, തർശീശ് കപ്പലുകൾ ഉടഞ്ഞുപോയത് എവിടെ വെച്ചാണ്? ഉത്തരം, യെസ്സോൻ ഗോബേറിൽ വെച്ച്. 1 രാജാക്കന്മാർ 22-ാം അധ്യായം 48-ാം വാക്യം. അടുത്ത ചോദ്യം, ജ്ഞാനാത്മപൂർണനായി തീർന്നത് ആരാണ്? ഉത്തരം, യോശുവ. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, പിതാക്കന്മാരുടെ അവകാശം വിൽക്കുകയില്ലെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം, നാബോത്ത്. 1 രാജാക്കന്മാർ 21-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നത് ആരാണ്? ഉത്തരം, ഗുണവാൻ. സദൃശ്യവാക്യങ്ങൾ 13-ാം അധ്യായം 22-ാം വാക്യം. അടുത്ത ചോദ്യം, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടവൻ ആരാണ്? ഉത്തരം, ഏശാവ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 17-ാം വാക്യം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളുടെ പേജുകളിലെത്തുവാൻ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.